ഡിസംബർ 18 കത്തുന്ന മുൾപടർപ്പിലെ പരിശുദ്ധ അമ്മ. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ആന്റിഫണെ കുറിച്ച് ധ്യാനിക്കാം. ഓ അദോണായി, ഇസ്രായേൽ ഭവനത്തിന്റെ വഴികാട്ടി, കത്തുന്ന മുൾപടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടവനെ, സീനായി മലമുകളിൽ നിയമം കൊടുത്തവനെ, വരൂ, നിന്റെ ശക്തിയേറിയ കരങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കാൻ വരൂ. ദൈവം കത്തുന്ന മുൾപടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഞാൻ തന്നെ എന്ന് തന്നെ വെളിപ്പെടുത്തിയ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ് അദോണായി. ആ കത്തുന്ന മുൾപടർപ്പിന്റെ ഔർ ലേഡിയുടെ ഐക്കണെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കത്തുന്ന മുൾപടർപ്പിനുള്ളിൽ പരിശുദ്ധ മറിയം ഇരിക്കുന്നു. മുൾപടർപ്പിനെ 8 പോയിന്റുള്ള ഒരു നക്ഷത്രമായിട്ടാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. അത് പൂർണ്ണതയുടെയും പുനർജീവന്റെയും പ്രതീകമാണെന്ന് നമുക്കറിയാം. 2 ഓവർലാപ്പിംഗ് സ്ക്വയറുകളാൽ രൂപപ്പെട്ടതാണ് നക്ഷത്രം. നടുവിൽ കത്തുന്ന മുൾപടർപ്പുണ്ട്. അവിടെ പരിശുദ്ധ മറിയം കുഞ്ഞുമായി ഇരിക്കുന്നു. അതിനു ചുറ്റും ചുവന്ന നക്ഷത്രം ജ്വാലയെയും തീയെയും പ്രതിനിധീകരിക്കുന്നു. അതിൻ്റെ 4 പോയിന്റുകളിൽ 4 പ്രധാന ദൂതന്മാരും പച്ച നക്ഷത്രത്തിൽ പ്രതിനിധീകരിക്കുന്നു. മുൾപടർപ്പിൽ വെളിപാടിന്റെ പുസ്തകമനുസരിച്ച് 4 സുവിശേഷകരുടെ അവതരണങ്ങളുണ്ട്. മനുഷ്യൻ മത്തായിക്ക്, സിംഹം മാർക്കോസിന്, കാള ലൂക്ക, യോഹന്നാനു വേണ്ടി കഴുകൻ. ഒരു കോണിൽ മോശ തൻ്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുന്നു. മറ്റൊരു കോണിൽ യാക്കോബ് സ്വപ്നത്തിൽ കണ്ട മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ കോവിണി. യേശു ഭൂമിയിലേക്ക് ഇറങ്ങിയ ഈ കോവിണി പരിശുദ്ധ അമ്മയായിട്ടാണ് പരിശുദ്ധ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്. ഇനി ഈ രണ്ടാമത്തെ ചിത്രത്തിൽ 10 കൽപ്പനകൾ സ്വീകരിക്കുന്ന മോശയുണ്ട്. മറുവശത്ത് പിതാവായ ദൈവം തന്നെ അവന് വെളിപ്പെടുത്തുമ്പോൾ ഇവൻ ഒരു ഇടയനായി അത് സ്വീകരിക്കുന്നു. ഇനി കത്തുന്ന മുൾപടർപ്പിൻ്റെ നടുവിൽ ഏറ്റവും പരിശുദ്ധമായ മറിയം എന്താണ് സൂചിപ്പിക്കുന്നത്? തുടക്കം മുതൽ തന്നെ സഭയിലെ പിതാക്കന്മാർ അവരുടെ പ്രസംഗങ്ങളിൽ കത്തുന്ന മുൾപടർപ്പ് മറിയത്തിന് ഉപയോഗിച്ചു. കാരണം ആ ദർശനമനുസരിച്ച് കത്തുന്ന മുൾപടർപ്പിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വചനമായ ശബ്ദം മോശ കേട്ടു. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ എല്ലാം സൃഷ്ടിക്കപ്പെട്ട ദൈവവചനമാണ് വചനം. ദൈവം അത് പറഞ്ഞു, എല്ലാം സംഭവിച്ചു. സൃഷ്ടിക്ക് ശേഷം വചനം കത്തുന്ന കുറ്റിക്കാട്ടിൽ പിതാവിൻ്റെ ശബ്ദമായി മാറുന്നു. അതിനാൽ സൃഷ്ടിക്ക് ശേഷമുള്ള ആദ്യത്തെ വെളിപാട് ഇവിടെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാം. നൂറ്റാണ്ടുകൾക്ക് ശേഷം പരിശുദ്ധ അമ്മ ആ വചനം കേട്ടു. അതെ, അവൾ ദൈവത്തിൻ്റെ മാതാവാകും എന്ന ആ വചനം സ്വർഗത്തിൽ നിന്ന് കേട്ടു. വചനത്തിൻ്റെ മാതാവിൽ അങ്ങനെ വചനം അവതാരമായി തീരുന്നു. മറിയത്തിൽ നിന്നും ആ വചനം മാംസമെടുത്തു. മുൾപടർപ്പ് കത്തുന്നതും എന്നാൽ ദഹിക്കാത്തതും മോശ കണ്ടു. തീ ദൈവിക അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു. അവിടെ ദൈവമുണ്ട്. സ്നേഹം കത്തുന്നു, പക്ഷേ ദഹിപ്പിക്കുന്നില്ല, പ്രകൃതിയെ നശിപ്പിക്കുന്നില്ല. അതുപോലെ ദൈവം മനുഷ്യനായി പരിശുദ്ധ അമ്മയിൽ നിന്നും അവതരിച്ച രഹസ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി തന്നിലിറങ്ങി വന്നുവെങ്കിലും അവളിലെ കന്യകത്വം നഷ്ടപ്പെട്ടില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരും. അതിനാൽ അവതാര നിമിഷത്തിൽ മറിയം ആ കത്തുന്ന മുൾപടർപ്പായി മാറി. അവളുടെ കന്യകാത്വം കേടുകൂടാതെ തുടരുന്നു. മുൾപടർപ്പ് കത്തുന്നെങ്കിലും അത് ദഹിക്കാഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നെങ്കിലും അവളിലെ കന്യകത്വം നഷ്ടപ്പെട്ടില്ല. കൃപ പ്രകൃതിയെ നശിപ്പിക്കുന്നില്ല, മറിച്ച് അത് നിറവേറ്റുന്നു അതിൻ്റെ പൂർണ്ണതയിൽ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഗർഭധാരണത്തിന് മുമ്പും പ്രസവശേഷവും കന്യകയായി തുടരുന്നത്. മുൾപടർപ്പ് കത്തിയെരിഞ്ഞു, പക്ഷെ കൺസ്യൂം ചെയ്തില്ല. അതുകൊണ്ടാണ് ജനുവരി 1-ാം തീയതി ദൈവമാതാവായ മറിയത്തിൻ്റെ തിരുനാൾ സഭ ആഘോഷിക്കുമ്പോൾ അന്ന് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്: മോശ കണ്ട മുൾപടർപ്പ് കത്തി ജ്വലിച്ചെങ്കിലും അത് ചാമ്പലായില്ല. അതിൽ നിന്റെ കന്യകത്വം ഞങ്ങൾ കാണുന്നു. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മേ മാതാവേ എന്ന്. ഈ ആൻറ്റിഫൺ ഇന്ന് നമുക്ക് പല പ്രാവശ്യം ചൊല്ലി നമ്മളിൽ ദൈവിക രഹസ്യങ്ങൾ
പരിശുദ്ധാത്മാവ് വന്നിറങ്ങി നമ്മളിലെ കുറവുകളുള്ളതൊക്കെ കത്തിച്ചു കളഞ്ഞ് നന്മയെ കാത്തു പരിപാലിച്ച് പരിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.